Hey, എൻ്റെ പേര് ജിതിൻ. ഞാൻ റീസെൻ്റ്ലി സൗദി പ്രോമെട്രിക് എക്സാം വിന്നറാണ് ഫ്രം മാലാക അക്കാഡമി. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ദീപാമ ആൻഡ് മാലാക അക്കാഡമി. എന്താണെന്ന് പറഞ്ഞാൽ മാലാക അക്കാഡമി എൻ്റെ ഒരു അനുഭവത്തിൽ നമ്പർ 1 ഇൻ കേരള എന്ന് തന്നെ ഞാൻ ഉറപ്പായിട്ടും പറയും. കാരണം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഓൺലൈൻ എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. പണ്ട് വർക്ക് ചെയ്തിട്ടിപ്പം ഇൻ്റർവ്യൂകളെല്ലാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, എന്നാൽ പോലും ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഓൺലൈൻ എക്സാം അറ്റൻഡ് ചെയ്തത്. മാലാക അക്കാഡമിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ ഫസ്റ്റ് നമുക്കൊരു അനലൈസ് എക്സാമിനേഷൻ നടത്തും. നമുക്ക് എത്രത്തോളം അറിവുണ്ട്, നമുക്ക് എങ്ങനെ ക്ലാസ് എടുക്കണം, നമുക്ക് ഇതിനെക്കുറിച്ച് എന്തൊക്കെ ഐഡിയ ഉണ്ട് എന്നതിനെക്കുറിച്ചുള്ളൊരു അവർക്കൊരു ഇൻഫർമേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ ഒരു എക്സാം നടത്തുന്നത്. എക്സാം നടത്തിയതിന് ശേഷം അവർ ഫസ്റ്റ് എനിക്കൊരു ക്ലാസ് എടുത്തു. ദീപാമ ഒരു ക്ലാസ് എടുത്തു. അതിനുശേഷം നമ്മൾ ഹാപ്പി ആണെങ്കിൽ മാത്രമാണ് നമ്മളോട് അവർ തുടർന്ന് ജോയിൻ ചെയ്യാൻ പറയുള്ളൂ. അപ്പം എക്സാം കഴിഞ്ഞു. എനിക്ക് കിട്ടിയത് വളരെ തുച്ഛമായൊരു മാർക്കാണ്, പറയാൻ പറ്റത്തില്ലാത്തത്രയും മാർക്കാണ് എനിക്ക് കിട്ടിയത്. അതിനുശേഷം ദീപാമൻ്റെ ക്ലാസ് കിട്ടി കഴിഞ്ഞപ്പം ശരിക്കും ഞാൻ ഭയങ്കരമായിട്ട് ഇമ്പ്രസ്ഡ് ആയിപ്പോയി. ഞാൻ വളരെയധികം 100% സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഞാൻ ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യും. 1 മന്ത് റെഗുലർ ആയിട്ട് ദിവസവും 2 മണിക്കൂറായിരുന്നു ക്ലാസ് എനിക്കുണ്ടായിരുന്നത്. അപ്പം രാവിലെ തിയറി ക്ലാസ്സും ഉച്ചകഴിഞ്ഞ് ക്വസ്റ്റ്യൻ പ്രാക്ടീസും ആയിരിക്കും. അപ്പം സിസ്റ്റം ബേസ് ക്ലാസ് എടുക്കുകയും അതിനുശേഷം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് നടത്തുകയും അവർ തന്നെ ഡെവലപ്പ് ചെയ്ത ഒരു ആക്സസ് ഉണ്ട്. അത് 24 hours ഓപ്പണാണ്. എൻ്റെ അനുഭവത്തിൽ പറഞ്ഞ മോർ ദാൻ 15, 16, 20,000 ക്വസ്റ്റ്യൻസ് അതിനകത്ത് അവൈലബിൾ ആണ്. ഞാൻ പോലും അതിൻ്റെ ഒരു 10% പോലും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. അത് അത്രമാത്രം ക്വസ്റ്റ്യൻസ് ആക്സസിനകത്ത് നമുക്ക് അവൈലബിൾ ആണ്. അത് 24 hours ഓപ്പണാണ്. ഏത് പാതിരാത്രിയിലും നമുക്ക് ഇരുന്ന് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സിസ്റ്റം വൈസ് ക്ലാസ് എടുത്തതിന് ശേഷം നമുക്കൊരു സമയം തരും. ആ സമയത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുകയും ആ സിസ്റ്റത്തിൻ്റെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യും. അതിനുശേഷം ഓരോ സിസ്റ്റം ബേസ് നമുക്ക് എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഞാൻ സിസ്റ്റം ബേസ് പഠിക്കുകയും എക്സാം എഴുതുകയും, ഞാൻ പറഞ്ഞല്ലോ തീരെ കുറഞ്ഞ മാർക്കിൽ നിന്ന് ഞാൻ എപ്പോഴും ഉയർന്ന ഒരു ലെവലിലേക്ക് എനിക്ക് വരാൻ സാധിച്ചു. പലപ്പോഴും ഞാൻ ഡിസപ്പോയിൻമെൻ്റ് ആയിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുമോ, ഈ 100 കൂട്ടം തിരക്കിനാണെങ്കിൽ എനിക്ക് പഠിക്കാൻ പറ്റുമോ, എനിക്ക് ഒത്തിരി ടെൻഷൻസ് ഉണ്ടായിരുന്നു. അപ്പോഴെല്ലാം എൻ്റെ കൂടെ നിന്നിട്ട് എന്നോട് പറയായിരുന്നു, ഉറപ്പായിട്ടും ബ്രദറിന് കിട്ടും, ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പറഞ്ഞു. ആ ഒരു ഉറപ്പ് എനിക്ക് ഭയങ്കരമായിട്ടൊരു ആത്മവിശ്വാസം നൽകി. ഞാൻ ആ ഉറപ്പിന്മേൽ ഞാൻ പോയി എക്സാം എഴുതി, ഞാൻ പാസ്സാവുകയും ചെയ്തു. എനിക്ക് പ്രത്യേകം നന്ദി പറയാനുള്ളത് ദീപാമാമത്തിനോടും മാലാക അക്കാഡമിയോടും. താങ്ക് യു സോ മച്ച് ദീപാമാം.